പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു വിനോദം മാത്രമല്ല, അത് നമ്മുടെ തലച്ചോറിനും ജീവിതത്തിനും വലിയ മാറ്റം വരുത്തുന്ന ശക്തമായ ഒരു ശീലമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാൽ തലച്ചോറിൽ എന്ത് സംഭവിക്കും എന്നാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വായന തുടങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾ അക്ഷരങ്ങൾ കാണും, പക്ഷേ അതിനപ്പുറം തലച്ചോറിലെ നിരവധി ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഭാഷാ കേന്ദ്രം വാക്കുകളുടെ അർത്ഥം പിടികൂടുന്നു. സ്മരണാ കേന്ദ്രം പഴയ അനുഭവങ്ങളുമായി നമ്മൾ വായിക്കുന്ന വസ്തുതകളെ ബന്ധിപ്പിക്കുന്നു. സൃഷ്ടിപരമായ മേഖലകൾ കഥകളെ മനസ്സിൽ ചിത്രീകരിക്കുന്നു. ഇങ്ങനെ വായന തലച്ചോറിനെ ഒരു ജിം പോലെ പരിശീലിപ്പിക്കും. ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ചുരുങ്ങിയ ശ്രദ്ധയിൽ നിന്ന് മാറി വായന നമ്മളെ ദീർഘകാല ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകും. വാക്കുകളുടെ സമ്പത്ത് വർദ്ധിക്കുന്നു. പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ ആശയവിനിമയം ശക്തമാകും. കരുണയും സഹാനുഭൂതിയും വളരുന്നു. കഥകളിലെ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തോടുള്ള സഹാനുഭൂതി നമ്മളിൽ വളരുന്നു. നേതൃത്വ കഴിവുകൾ വികസിക്കുന്നു. വായനയോട് ലഭിക്കുന്ന അറിവും മനസ്സിലാക്കലും നല്ലൊരു നേതാവിനെ രൂപപ്പെടുത്തും. ചിലർ പറയാറുണ്ട്, എനിക്ക് പുസ്തകം വായിക്കാൻ താല്പര്യമില്ല, കാരണം അവർക്ക് അവരുടെ ശരിയായ വിഭാഗം കണ്ടെത്താനായിട്ടില്ല എന്ന് മാത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലർക്ക് കഥകളാണ് ഇഷ്ടം, ചിലർക്ക് ആത്മകഥകളായിരിക്കാം, മറ്റു ചിലർക്ക് ശാസ്ത്ര സാഹിത്യങ്ങളായിരിക്കാം. ഭക്ഷണം പോലെ തന്നെ പുസ്തകവും വ്യക്തിപരമായ ഒരു രുചിയാണ്. ശരിയായ വിഭാഗം കണ്ടെത്തിയാൽ വായന ആസ്വാദ്യമായി മാറും. വായനാശീലം വളർത്താൻ എന്ത് ചെയ്യാം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ചെയ്തതും എന്നെ സഹായിച്ചതുമായ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. ദിവസവും 20 മിനിറ്റ് വായിക്കുവാനുള്ള സമയം മാറ്റിവെക്കുക. ചെറിയ പുസ്തകങ്ങളിൽ തുറന്നുക. സുഹൃത്തുക്കളുമായി പുസ്തക ചർച്ചകൾ നടത്തുക. വായിച്ച കാര്യങ്ങൾ കുറിപ്പായി എഴുതി വെക്കാനായി ശ്രമിക്കുക. ഇങ്ങനെ വായന ഒരു ദൈനംദിന ശീലമാകുമ്പോൾ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. വായന നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തും. പ്രശ്നങ്ങളെ കാണുന്ന രീതി മാറ്റുന്നു. പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ തുറപ്പിക്കും. ജീവിതത്തിൽ സുസ്ഥിരമായ വളർച്ച സാധ്യമാക്കും. ഒരു നേതാവിനും ഒരു വിദ്യാർത്ഥിക്കും ഒരു സാധാരണ മനുഷ്യനും വായനയാണ് മനസ്സിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായ ആയുധം. പുസ്തകങ്ങൾ വായിക്കുന്നത് തലച്ചോറിനെ ശക്തമാക്കുന്നു, മനസ്സിനെ സമ്പന്നമാക്കുന്നു, ജീവിതത്തെ ഉയർത്തുന്നു. അതിനാൽ ഇന്ന് തന്നെ ഒരു പുസ്തകം തുറക്കും. ദിവസവും 20 മിനിറ്റ് നേരം വായിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ജീവിതവും അതിലൂടെ നിങ്ങളുടെ ലോകവും മാറി തുടങ്ങിയിരിക്കും. ഈ വിഷയം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മടിക്കരുത്. നിങ്ങളിൽ വായനാശീലം വളർത്താൻ സഹായിച്ച ശീലങ്ങളെക്കുറിച്ച് കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുക.